അപ്പോൾ അരിച്ചരിച്ച് കയറാൻ സാധ്യതയുള്ള ദുർഗുണങ്ങളുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ ഉണ്ടാവുന്ന പണത്തോടുള്ള ആർത്തി ജനങ്ങൾ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളന പ്രതിനിധികളുടെ മുമ്പിലല്ല CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വാക്കുകൾ പറഞ്ഞത്. പാർട്ടി അംഗങ്ങളും അണികളും അനുഭാവികളും പൊതുജനങ്ങളും തിങ്ങി നിറഞ്ഞ പൊതുയോഗത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഓർമ്മപ്പെടുത്തൽ. അരിച്ചുകയറുന്ന ദുഷിച്ച പ്രവണതകളിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അസന്നിഗ്ധമായി കേരളത്തിന് ഉറപ്പു നൽകുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. നേതാവാണ് എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് ധരിക്കേണ്ട ജനങ്ങളാണ്. ജനങ്ങളുടെ പാർട്ടിയായി ഈ പാർട്ടി, ജനങ്ങളുടെ താല്പര്യമാണ് ഈ പാർട്ടി ഉയർത്തിപ്പിടിക്കുക. ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ എല്ലാ പാർട്ടികളിലെയും നേതൃത്വത്തെ ആത്മവിമർശനത്തിന് പ്രേരിപ്പിക്കേണ്ടതാണ്. സമൂഹത്തിലെ ദുഷിപ്പുകൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലേക്ക് അരിച്ചു കയറാതിരിക്കാനുള്ള ജാഗ്രത CPMന് മാത്രമല്ല വേണ്ടത്, കോൺഗ്രസിനും ആ ജാഗ്രതയുണ്ടാകണം. പക്ഷേ മൂല്യശോഷണത്തിന്റെ പരകോടിയിൽ നിൽക്കുകയാണ് വലതുപക്ഷ നേതൃത്വം. അവർക്ക് വേണ്ടത് എന്തും ചെയ്യാനും എത്ര ഹീനമായ ഗൂഢാലോചനയ്ക്കും അറപ്പും മടിയുമില്ലാത്തവരെയാണ്. ഗോവിന്ദൻ മാഷ് മുന്നോട്ട് വയ്ക്കുന്ന തിരുത്തൽ പ്രക്രിയയ്ക്ക് തലവെച്ചാൽ വലതുപക്ഷ രാഷ്ട്രീയം തന്നെ കുത്തിയേറ്റുപോകും. അതാണ് യാഥാർത്ഥ്യം. തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ച് കുറിപ്പിക്കില്ല എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. തെറ്റ് തിരുത്തൽ ക്യാമ്പയിന്റെ ഭാഗമായി പാർട്ടി ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിന്റെ അവിഭാജ്യ ഘടകമാണത്. ജീർണതയുടെ ദുഷിച്ചു നാറിയ കുപ്പായവുമിട്ട് വിപ്ലവം പ്രസംഗിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമില്ലെന്ന് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് പുറത്തേക്ക് ഇരമ്പുന്ന സന്ദേശം. അങ്ങനെ വരുമ്പോൾ ജീർണതയെല്ലാം കുടഞ്ഞു കളയേണ്ടി വരും. കുടഞ്ഞു കളയുമ്പോഴും ചില വാർത്ത വരും. പക്ഷേ പാർട്ടിയുടെ ആരോഗ്യം ശക്തിപ്പെടും. പാർട്ടി അംഗങ്ങളും അണികളും അനുഭാവികളും മാത്രമല്ല, സാമാന്യ ജനങ്ങളാകെ സർവാത്മന പിന്തുണയ്ക്കുന്ന നിലപാട്. തെറ്റു ചെയ്യുന്നത് ജന്മാവകാശമായി കരുതുന്നവർ, താനില്ലെങ്കിൽ പാർട്ടി തകർന്നു പോകുമെന്ന് ഭാവിക്കുന്നവർ, പണ്ടെന്നോ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ചെറിയ സേവനത്തിന്റെ പേരിൽ ശിഷ്ടകാലത്തുടനീളം പാർട്ടിയെ വിറ്റുതിന്നാമെന്ന് കരുതുന്നവർ, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന അംഗീകാരവും ആദരവും ദുഷിച്ച വ്യക്തി താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ, സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിലും പാറക്വാറികളിലെ ലോഡെണ്ണത്തിലും കണ്ണുവെച്ച് ജനസേവനത്തിനിറങ്ങുന്നവർ, അവരൊക്കെ ഒരു പാർട്ടിയുടെ മാത്രമല്ല നാടിൻ്റെ ആകെ പൊതുശത്രുക്കളാണ്. പൊതുപ്രവർത്തനത്തിലൂടെ ആർജിക്കുന്ന സ്വാധീനവും സ്വീകാര്യതയും പണവും പദവിയും മറ്റു പലതും നേടാനുള്ള കുറുക്കുവഴിയല്ല. മൂല്യബോധത്തിൻ്റെ അവസാന കണികയും ചോർന്നുപോയവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തെ കാമനകളുടെ പൂർത്തീകരണത്തിനുള്ള അവസരമായി കാണാനാവൂ. അത്തരക്കാരെ ചുമക്കാൻ പൊതുസമൂഹത്തിന് ഒരു ബാധ്യതയുമില്ല. സ്വന്തം ജീവിതത്തിലും പൊതുജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകൂ എന്നാണ് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയത്. നവകേരളം നിർമ്മിക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഭാവി തലമുറയെ ലക്ഷ്യം വെച്ച് നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാനുള്ള ദീർഘവീക്ഷണമുണ്ടാകണം. ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിൻ്റെ ഉടമകളാകണം. അതിസങ്കീർണമായ വെല്ലുവിളികളെ മുറിച്ചു കടക്കാനുള്ള പ്രാപ്തി പാർട്ടിക്കുണ്ടാകണമെങ്കിൽ അതിന് ശേഷിയുള്ള കേഡർമാരുണ്ടാകണം. നയാ പൈസയുടെ മൂല്യബോധമില്ലാത്തവരെയും സമ്പത്തിനോടുള്ള പെരുത്ത ആർത്തിയുമായി നടക്കുന്നവരെയുമല്ല ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കേണ്ടത് എന്ന് വിട്ടുവീഴ്ചയില്ലാതെ പ്രഖ്യാപിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ടിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാവണം. ഒന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന രീതിയിൽ. ഈ രണ്ടുമല്ലാതെ മറ്റൊന്നും ഒരു തരത്തിലും മാനദണ്ഡമാവരുത്. തെറ്റുതിരുത്തൽ പ്രക്രിയയെക്കുറിച്ച് ഇത്ര ആർജവത്തോടും ഇത്ര തുറന്ന മനസ്സോടും പൊതുസമൂഹത്തോട് സംവദിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് മാത്രമേ സാധ്യമാകൂ. വിമർശനവും സ്വയം വിമർശനവും പ്രാണവായുവിനെ പോലെ പ്രാധാന്യമുള്ള സംഘടനാ ചുമതലയാണെന്ന ബോധ്യം ഹൃദയമിടിപ്പ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലേ ഇത്തരമൊരു ആത്മധൈര്യം സാധ്യമാകൂ. നവകേരള സൃഷ്ടിക്ക് നേതൃത്വം നൽകാനുള്ള CPMന്റെ കരുത്തും നിശ്ചയദാർഢ്യവുമാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നത്.